to all. Today I am going to teach sickness in small scale industries, definition of sick unit, what are the different measures taken for recovering the sickness. First we start with the meaning of sick unit. A sick unit is an unhealthy business unit which does not earn a reasonable rate on capital employed. ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തതിന് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഏൺ ചെയ്യാത്ത യൂണിറ്റിനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. ദ ഓഫീസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് കമ്മീഷൻ കൺസിഡർ യൂണിറ്റ് ആസ് സിക്ക് ഇഫ് ഇറ്റ്സ് ഫസ്റ്റ് പോയിൻറ്റ് കപ്പാസിറ്റി ഓഫ് യൂട്ടിലൈസേഷൻ ഈസ് ലെസ് ദാൻ 50% ഓഫ് ദി ഹയസ്റ്റ് അച്ചീവ്ഡ് ഡ്യൂറിങ് ദ പ്രിസീഡിങ് 5 years. മുമ്പത്തെ 5 വർഷങ്ങളിൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 50% താഴെയാണ് കഴിഞ്ഞാൽ ആ യൂണിറ്റുകളെ നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയാം. സെക്കൻഡ് പോയിൻറ്റ്, നെറ്റ് വർത്ത് ഹാസ് ബീൻ എറോഡഡ് ബൈ മോർ ദാൻ 50%. നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 50% താഴെയാകാം. തേർഡ്, ദ യൂണിറ്റ് ഹാസ് റിമെയിൻ ക്ലോസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 6 months. 6 മാസത്തിൽ കൂടുതലായിട്ട് ആ യൂണിറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ സിക്ക് യൂണിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സിക്ക് യൂണിറ്റ്? എ സിക്ക് യൂണിറ്റ് ഈസ് ആൻ അൺഹെൽത്തി ബിസിനസ് യൂണിറ്റ്. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ് യൂണിറ്റിനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഡസ് നോട്ട് ഏൺ എ റീസണബിൾ റേറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡിന് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് റിട്ടേൺ കിട്ടാത്തതിനെയാണ് നമ്മൾ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു യൂണിറ്റിനെ നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 50% ഓഫ് ദി ഹയസ്റ്റ് അച്ചീവ്ഡ്. 50% താഴെയാവുക. അതുപോലെ തന്നെ നെറ്റ് വർത്ത് 50% താഴെയാവുക. ദ യൂണിറ്റ് ഹാസ് റിമെയിൻ ക്ലോസ് ചെയ്തിരിക്കുക എത്ര? മോർ ദാൻ 6 months. 6 മാസത്തിൽ കൂടുതലായിട്ട് ആ യൂണിറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ സിക്ക് യൂണിറ്റിൻ്റെ ഡെഫിനിഷനാണ്. ആസ് പെർ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എ സിക്ക് സ്മോൾ സ്കെയിൽ യൂണിറ്റ് ഈസ് വൺ വിച്ച് ഫെയിൽ ടു ജനറേറ്റ് ഇൻറ്റേർണൽ സർപ്ലസ് on continuous basis and depends for its survival upon frequent inclusion of external fund. അതായത് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവർ സർപ്ലസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫെയിൽ ചെയ്യും. അതായത് ലാഭം ഉണ്ടാക്കാനായിട്ട് ഫെയിൽ ചെയ്യുക. ഓൺ കണ്ടിന്യൂസ് ബേസിസ്, കുറേ നാളായിട്ട് ലാഭം ഉണ്ടാക്കാതിരിക്കുക. ആൻഡ് ഡിപ്പെൻഡ് ഫോർ ഇറ്റ്സ് സർവൈവൽ അപ്പോൺ ഫ്രീക്വൻറ്റ് ഇൻക്ലൂഷൻ ഓഫ് എക്സ്റ്റേണൽ ഫണ്ട്. അവരുടെ ഡിപ്പെൻസിന് വേണ്ടി അവർ എക്സ്റ്റേണൽ ഫണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ലോൺ എടുക്കുകയോ ബാങ്കുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുകയോ, അങ്ങനെ എക്സ്റ്റേണൽ ഫണ്ട്. അവർക്ക് ഇൻറ്റേർണൽ ഫണ്ട് ഉണ്ടാവില്ല. കാരണം എന്താ? അവർ സർപ്ലസ് ഏൺ ചെയ്യണില്ല. അപ്പോൾ ബാക്കി എക്സ്റ്റേണൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. ഇതാണ് സിക്ക് യൂണിറ്റിൻ്റെ ഡെഫിനിഷൻ. എ സിക്ക് സ്മോൾ സ്കെയിൽ യൂണിറ്റ് ഈസ് വൺ വിച്ച് ഫെയിൽ ടു ജനറേറ്റ് ഇൻറ്റേർണൽ സർപ്ലസ്. അവർക്ക് ലാഭം ഉണ്ടാക്കുന്നില്ല. ഓൺ കണ്ടിന്യൂസ് ബേസിസ് ആൻഡ് ഡിപ്പെൻസ് ഫോർ അവരുടെ സർവേയിന് വേണ്ടി അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫണ്ടിനെയാണ്. നെക്സ്റ്റ്, കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ്. 2 കോസസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇൻറ്റേർണൽ കോസസും സെക്കൻഡ് എക്സ്റ്റേണൽ കോസസും. ഇൻറ്റേർണൽ കോസിൽ ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് റോങ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് കറക്റ്റായിട്ടുള്ളൊരു ലൊക്കേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്താത്ത കാരണം. സെക്കൻഡ്, പുവർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റിൻ്റെ പുവർ ക്വാളിറ്റി, അതായത് ആ ക്വാളിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട്. പുവർ മാർക്കറ്റിംഗ് എഫേർട്സ് പുവർ ആയതുകൊണ്ട്. ഡിഫക്റ്റീവ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിഫക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ. ഫിഫ്ത്ത്, പുവർ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ. സിക്സ്ത്ത്, ഡിസ്പ്യൂട്ട് എമംഗ് മാനേജറിയൽ പേഴ്സൺസ് തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ. ലാക്ക് ഓഫ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആഡിക്വേറ്റ് ആയിട്ടില്ലെങ്കിൽ. എയ്ത്ത്, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി. ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റി പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അത് യൂട്ടിലൈസ് ചെയ്യുന്നത് അണ്ടറാണെങ്കിൽ. അതുപോലെ തന്നെ ലേബർ പ്രോബ്ലംസ്
10th മിസ്മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട്. These are the internal causes of industrial sickness. First, wrong allocation of the industrial unit. Second, poor quality of the product. Third, poor marketing efforts. Fourth, defective capital structure. Fifth, poor management. Sixth, dispute among managerial personnel. Seventh, lack of adequate working capital. Eighth, underutilization of capacity. 9, labor problems. 10th, mismanagement of funds. Next, external causes. External causes, the first point is non-availability of inputs. നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് എന്ത് ആവശ്യമാണ്? റോ മെറ്റീരിയൽ ആവശ്യമാണ്. അതിൻ്റെ നോൺ അവൈലബിലിറ്റി അത് എക്സ്റ്റേണൽ കോസസിന് കാരണമാവും. സെക്കൻഡ്, കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ബിസിനസ് യൂണിറ്റ്സിൽ നിന്ന് വരുന്ന കോമ്പറ്റീഷൻസ്. നെക്സ്റ്റ്, സഡൻ ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസീസിൽ വരുന്ന മാറ്റങ്ങൾ, സഡൻ ചേഞ്ചസ്. ഫോർത്ത്, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ റോഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ലാക്ക് ഉണ്ട്. ഫിഫ്ത്ത്, ഇന്നബിലിറ്റി ടു പ്രൊക്യൂർ ക്രെഡിറ്റ്, അതായത് ക്രെഡിറ്റ് കട എടുക്കാൻ പറ്റാത്ത ഇന്നബിളാണെങ്കിൽ. സിക്സ്ത്ത്, ലിമിറ്റഡ് ഫിനാൻഷ്യൽ ബേസ് ഓഫ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ആഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഫണ്ട് ഇല്ലെങ്കിൽ. സെവൻത്ത്, ഗവൺമെൻറ് റെഗുലേഷൻസും കാരണം ഈ ഇൻഡസ്ട്രിയൽ സിക്നസ് വരാവുന്നതാണ്. എയ്ത്ത്, ഹെവി ടാക്സസ്. ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ നിന്ന് ഹെവി ടാക്സസ് വാങ്ങിക്കഴിഞ്ഞാൽ അതും ഇൻഡസ്ട്രിയൽ സിക്നസ്സിന് കാരണമാവും. നയൻത്ത്, ഡിലേ ഇൻ പ്രൊവൈഡിങ് ഫിനാൻസ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു ഓൺടർപ്രണർഷിപ്പിന് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് നൽകുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് കൊടുക്കാനായിട്ട് ഡിലേ വന്നാലും ഇൻഡസ്ട്രിയൽ സിക്നസ് ഡെവലപ്പാവും. നെക്സ്റ്റ്, 10th, ടെക്നിക്കൽ ഒബ്സലൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അതും ഇൻഡസ്ട്രിയൽ സിക്നസ്സിന് കാരണം. അപ്പോൾ എക്സ്റ്റേണൽ കോസസിൽ വന്നത് ഫസ്റ്റ് പോയിൻറ്റ്, നോൺ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ്. സെക്കൻഡ്, കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ബിസിനസ്. തേർഡ്, സഡൻ ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസീസ്. ഫോർത്ത്, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. Fifth, inability to procure credit. Sixth, limited financial base of promoters. Seventh, government regulations. Eighth, heavy taxes. 9, delay in providing finance by financial institutions. 10th, technical obsolescence. Next, remedial measures for industrial sickness. First point is Sick Industries Policy 1978. The Government of India announced its first sick industrial policy in 1978. The policy recognized that sickness was occurring due to faulty management and inability of financial institutions to perform their role. അവരുടെ റോള് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നാണ് 1978 സിക്ക് ഇൻഡസ്ട്രിയൽ പോളിസി അനുസരിച്ച് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. In this policy, they should take refinance assistance from IRBI and IDBI at a concessional rate of interest. അവർ റീഫിനാൻഷ്യൽ അസിസ്റ്റൻസ് IRDBIയുടെയും അതുപോലെ IDBIയുടെയും കൺസെഷണൽ റേറ്റിൽ വാങ്ങുന്നതാണ് ഈ സിക്ക് ഇൻഡസ്ട്രിയൽസ് പോളിസി 1978. നെക്സ്റ്റ്, സിക്ക് ഇൻഡസ്ട്രിയൽ പോളിസി 1981. Sick Industry Policy 1978 was revised in 1981. 78 ഇൻഡസ്ട്രിയൽസ് പോളിസീനെ റിന്യൂ ചെയ്തതാണ് 1981. Whereby administrative ministers were assigned specific responsibility for prevention and remedial action. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സ് അസൈൻ ചെയ്തിരിക്കണം എന്തിനു വേണ്ടി? സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി ഫോർ പ്രിവെൻഷൻ ആൻഡ് റെമഡിയൽ ആക്ഷന് വേണ്ടിയിട്ട് റെമഡിയൽ ആക്ഷൻസിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തത് സിക്ക് ഇൻഡസ്ട്രി പോളിസി 1981 അനുസരിച്ചാണ്. നെക്സ്റ്റ്, സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് 1985.
The special law was enacted by the government with a view to ensure timely detection of industrial sickness and to remove this sickness. അതായത് ഈ സിക്ക് ഇൻഡസ്ട്രിയൽസ് കമ്പനീസ് ആക്ട് 1985 എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആവണേക്കാൾ മുമ്പ് അത് ഡിറ്റക്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സിക്ക് ഇൻഡസ്ട്രിയൽസ് കമ്പനീസ് ആക്ട് 1985 എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഫോർത്ത്, ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷനിൽ വരുന്നത് Government of India has set up BIFR in 1987 for the rehabilitation of sick unit. സിക്ക് യൂണിറ്റിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് BIFR. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IRCI. The government established the IRCI in 1977 with a view to review and rehabilitate sick unit. അതായത് സിക്ക് യൂണിറ്റുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് IRCI, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, സ്റ്റെപ്സ് ടേക്കൻ ബൈ ബാങ്ക്സ്. That means the bank provide grant of additional working capital of facilities. Additional working capitals കൊടുക്കുക. അതുപോലെ റിക്കവറി ഓഫ് ഇൻട്രസ്റ്റ് റിക്കവറി അറ്റ് റെഡ്യൂസ്ഡ് റേറ്റ്. നെക്സ്റ്റ്, സ്യൂട്ടബിൾ മോർട്ടേസം ഓൺ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ്, ഫ്രീസിങ് എ പോർഷൻ ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ അക്കൗണ്ട്സ് എക്സെട്ര. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കുറച്ച് ഫ്രീസ് ചെയ്യുക. ഫ്രീസിങ് എ പോർഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ അക്കൗണ്ട്സ്. ദീസ് ആർ ദ വേരിയസ് മെഷേഴ്സ് ടേക്കൺ ബൈ ദി ബാങ്ക്സ്. നെക്സ്റ്റ്, IDBS special cell. A special cell has been set up within the Rehabilitation Finance Division of IDBI to take care of the cases of sickness referred to them by banks. അതായത് ബാങ്ക്സ് റെഫർ ചെയ്യുന്ന കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ സെല്ലിനെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അതാണ് റീഹാബിലിറ്റേഷൻ ഫിനാൻസ് ഡിവിഷൻ. അവർ ഈ സിക്നെസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യും. നെക്സ്റ്റ്, സിക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ. This is the another cell set up in the RBI as coordinating agency and a clearing cell to get information relating to industrial sickness. Industrial sicknessനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് സെറ്റ് ചെയ്തൊരു സെല്ലാണ് സിക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ. നെക്സ്റ്റ്, വേരിയസ് മെഷേഴ്സ് ടേക്കൺ ബൈ ദി RBI. The Reserve Bank of India has set up a sick industrial undertaking cell to function as a clearing house. ക്ലിയറിംഗ് ഹൗസായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. നെക്സ്റ്റ്, the RBI has constructed a standing coordination committee to consideration issues relating to the coordination between commercial banks. അതായത് കൊമേഴ്സ്യൽ ബാങ്ക്സ് നിയർ ടേം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് RBI കോർഡിനേഷൻ കമ്മിറ്റീനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. നെക്സ്റ്റ്, എ സ്പെഷ്യൽ സെൽ ഹാസ് ബീൻ സെറ്റ് അപ്പ് വിത്തിൻ ദ റീഹാബിലിറ്റേഷൻ ഫിനാൻസ് ഡിവിഷൻ ഓഫ് IDBI. IDBIയുടെ റീഹാബിലിറ്റേഷൻ ഫിനാൻസ് ഡിവിഷനിൽ ഒരു സെൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ സിക്നെസ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് RBI സെറ്റ് ചെയ്തിട്ടുള്ള മെഷേഴ്സാണ്. Next, the RBI has issued suitable guidelines to banks with a view to ensure that the potentially viable sickness unit in small scale sector receive due attention and timely support from banks. ടൈം ആയിട്ടുള്ള സപ്പോർട്ട് ബാങ്ക്സിൽ നിന്ന് കിട്ടണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് RBI സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ബാങ്ക്സിന് പ്രൊവൈഡ് ചെയ്യും. Fifth point, RBI has emphasized that only those units which are considered to be potentially viable should be taken up for rehabilitation. എല്ലാ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റീസിനെയും അവർ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിന് എടുക്കില്ല. ഓൺലി അത് ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ RBI റീഹാബിലിറ്റേഷൻ മെഷേഴ്സിന് വേണ്ടി കൺസിഡർ ചെയ്യുള്ളൂ. So these are the various measures taken by the RBI to recover the sick units.
Next, services by technical consultancy organization. Technical consistency organization, TCOs. അതായത് അവർ ഫസ്റ്റ് ഡയഗ്നോസിസ് സ്റ്റഡി ടു അസസ് ദ വർക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് യൂണിറ്റ് ആൻഡ് ഡയഗ്നോസിങ് ദ റീസൺസ് ഫോർ സിക്നസ്. സിക്നസിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് അവർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. സെക്കൻഡ്, റീഹാബിലിറ്റേഷൻ പ്ലാൻസ് ഫോർ റിവ്യൂവിങ് സിക്ക് യൂണിറ്റ്സ്. സിക്ക് യൂണിറ്റിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടി സിക്ക് യൂണിറ്റിനെ റിവൈസ് ചെയ്യും. തേർഡ്, പ്രൊവൈഡിങ് ടെക്നിക്കൽ മാനേജറിയൽ ആൻഡ് കൊമേഴ്സ്യൽ കൗൺസിലിംഗ്. ടെക്നിക്കലായിട്ടും മാനേജറിയലായിട്ടും കൊമേഴ്സ്യലായിട്ടും കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക ഇൻഡസ്ട്രിയൽ സിക്ക് യൂണിറ്റിന്. ഓക്കെ, നെക്സ്റ്റ് മാർജിനൽ മണി സ്കീം. This scheme was evolved by the central government for revival of viable sick small scale industries. അതായത് സ്മോൾ സ്കെയിൽസ് ഇൻഡസ്ട്രീസിൻ്റെ ഇവോൾവിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് മാർജിൻ മണി സ്കീം. So these are the various remedial measures taken for industrial sickness. First, Sick Industrial Policy 1978. Second, Sick Industrial Policy 1981. Third, Sick Industrial Companies Act 1985. Fourth, Board of Directors Institution and Financial Reconstruction. Fifth, Industrial Reconstruction Corporation of India. Sixth, step taken by banks. Seventh, IDBS Special Cell. Eighth, Sick Industrial Undertaking Cell. 9, measures taken by the RBI. 10th, assistance by SFCs. 11th, services by technical consultancy organization. 12, margin money scheme. Okay, then we move to the assignment question. First question, define sick unit. Second, explain different causes of industrial sickness. Third, what are the remedial measures for industrial sickness? Okay, thank you.